ബാലയ്ക്കെതിരെ ആരോപണവുമായി മുൻ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷ് എത്തിയിരുന്നു. വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട രേഖകളിൽ ബാല കൃത്രിമത്വം കാണിച്ചുവെന്നായിരുന്നു അമൃതയുടെ പരാതി. മകളുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ബാല കൃത്രിമത്വം കാണിച്ചെന്നും തന്റെ വ്യാജ ഒപ്പിട്ടു എന്നുമായിരുന്നു അമൃതയുടെ പരാതി. അതിനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം അമൃതയ്ക്കെതിരെ ഉണ്ടായി. ഇപ്പോഴിതാ സംഭവത്തിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് അമൃത. അമൃത വിശദീകരണക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ: ഇൻഷുറൻസ് തുക ഞാൻ ചോദിച്ചിട്ടില്ല. ഈ കേസ് വ്യാജരേഖകൾ, അതായത് എന്റെ വ്യാജ ഒപ്പിട്ട് കോടതി രേഖകളിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായതാണ്. പണം വേണമെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാര്യങ്ങളെ PR വർക്കിലൂടെ വ്യതിചലിപ്പിച്ച് വീണ്ടും എനിക്കെതിരെയുള്ള ഈ സൈബർ ആക്രമണം നിർത്തുക. ഈ നിലവാരമില്ലാത്ത PR കളികൾ അവസാനിപ്പിക്കൂ. കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരേ ഫോട്ടോയും സമാന ഉള്ളടക്കവുമുള്ള പോസ്റ്റ് പ്രചരിക്കുന്നത് കാണുന്നുണ്ട്. ഇതിൽ ഞാൻ പറയാത്തൊരു പ്രസ്താവനയുമുണ്ട്. അവർ പറയുന്നത് പോലെ ഇൻഷുറൻസ് പോളിസി റദ്ദാക്കാനുള്ള കേസല്ല ഇത്. എനിക്കോ മകൾക്കോ തുക ആവശ്യമാണെന്നുള്ള വാദം കെട്ടിച്ചമച്ചതാണ്. ഒരുപോലെയുള്ള വാക്കുകൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രചരിക്കുന്നത് PR ക്യാമ്പയിനിന്റെ തെളിവാണ്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാത്തപക്ഷം ഞാൻ പരാതി നൽകും. വസ്തുതകൾ തെറ്റായി ചിത്രീകരിച്ചതിന് ഉത്തരവാദികളായവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതിനു പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഞാൻ സാമ്പത്തിക നേട്ടത്തിനായുള്ള വഴികൾ തേടുകയാണെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണം, കുറിപ്പിൽ അമൃത സുരേഷ് പറയുന്നു. അതിനിടെ നടൻ ബാലയ്ക്കെതിരെ ആരോപണവുമായി മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയനെത്തി. ഗുരുതരമായ ആരോപണങ്ങളാണ് ബാലയ്ക്കെതിരെ ഡോക്ടർ എലിസബത്ത് ഉന്നയിച്ചിരിക്കുന്നത്. താൻ ആത്മഹത്യാശ്രമം നടത്തിയിരുന്നതായാണ് ഡോക്ടർ എലിസബത്ത് പറയുന്നത്. പീഡനത്തിന് ശേഷം മാനസികമായി തളർന്നെന്നും എലിസബത്ത് പറയുന്നു. ബാലയുടെ കരൾമാറ്റ ശസ്ത്രക്രിയയിലും ഡോക്ടർ കൂടിയായ എലിസബത്ത് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പദ്ധതികൾ ഇതുവരെ അവസാനിപ്പിച്ചില്ലേ? ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ പരാതി നൽകൂ. എനിക്ക് PR വർക്ക് ചെയ്യാനുള്ള പണമില്ല. എനിക്ക് നിങ്ങളെപ്പോലെ രാഷ്ട്രീയത്തിന്റെയോ സ്വാധീനത്തിന്റെയോ പിൻബലമില്ലെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ ഡോക്ടർ എലിസബത്ത് ഉദയൻ പറയുന്നു.